ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ് എന്താണ്, അതോടൊപ്പം തന്നെ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്, നെഗറ്റീവായിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Ten of Swords, Queen of Swords, Nine of Wands and Empress. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എൻഡിങ്ങോ, അല്ലാന്നുണ്ടെങ്കിൽ ചില കൈപ്പേറിയ സത്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അതേ തുടർന്ന് അത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെ നമുക്കിവിടെ കാണാം. അതായത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസിൽ നിന്നൊക്കെ നമ്മളുടെ സ്വഭാവത്തിന് പോലും ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വഭാവമായിരിക്കില്ല ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞുണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം പോലും അതിന് മാറ്റം സംഭവിച്ചേക്കാം. കാരണം നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസിന് അതിനൊരു വലിയ പങ്കുണ്ട് എന്ന് തന്നെ പറയാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ചീറ്റിംഗ് അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വീണ്ടും 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 സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര സ്നേഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ക്യാരക്ടറിന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഈ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഒന്ന് ഡിഫെൻസീവായിട്ട് ഒക്കെ നിൽക്കുന്നത് ആ ഒരു എനർജിയിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്റ്റിൽ അറിയാനായിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്താണ് ആക്ച്വലി ഇവിടെ നടന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി അറിയണമെന്നുണ്ടാവും. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സ്വീറ്റ് റൊമാൻറ്റിക് സെഷനോ അതൊന്നും അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു സ്റ്റേജ് ഉണ്ടാവാം. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ആവശ്യമുണ്ട്. ആ ഒരു നിബന്ധനയിലൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടാവാം, പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ അനുഭവങ്ങൾ മറ്റൊരാളാക്കി തീർത്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കരുത്ത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതും ഇവിടെ നമുക്ക് കാണാം. ചിലപ്പോൾ പേഴ്സൻ്റെ വശത്തുനിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഈഗോ ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പണ്ട് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആകെ മാറിപ്പോയി എന്ന് തോന്നിയേക്കാം. നേരത്തെയും അങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു അനുഭവങ്ങൾ കുറച്ചൊന്ന് മാറ്റിയതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടേ, ഈ ഒരു അവസ്ഥയിൽ തന്നെയാണോ എന്ന് വെച്ചാൽ അല്ല. നിങ്ങൾ അത്രയും ടയേർഡാണ്, അത്രയും എക്സോസ്റ്റഡ് ആണ്, പക്ഷേ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നില്ല. അതിനകത്ത് ഇനിയും ഒരു ചാൻസ്, അല്ലെങ്കിൽ ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ ഇവിടെ നമുക്ക് കാണാം. ആ ഒരു വോണ്ടഡ് വാരിയർ എനർജിയാണ് എന്ന് പറയുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എങ്കിലും ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്, അത് മറന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സ്വബോധം ഉള്ളത് കൊണ്ടായിരിക്കും ആ ഒരു രീതിയിലൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ആ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കമ്പൈൻഡ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാവാം, ഇതിനകത്ത് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ സിറ്റുവേഷൻ മാറി മറിയും എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല.
നമ്മൾ പറഞ്ഞ പോലെ ഒരു സെൽഫ് ലവിൻ്റെ പാതയിലേക്ക് കുറച്ചും കൂടി ഇനി ഞാൻ എൻ്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധിക്കട്ടെ. ചിലപ്പോൾ നേരത്തെ കൂടുതലായിട്ടും പേഴ്സണിന് വേണ്ടി ജീവിച്ച് നടന്ന വെച്ച ആൾക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഈ പറഞ്ഞതുപോലെ അത്രയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്രയും വിഷമിച്ചിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും പതിയെ ഒരു ഹെൽത്തി ഗ്രോത്തിലേക്കൊക്കെ കടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവാം. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം, നിങ്ങളുടെ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യം എന്താണ്? ചിലപ്പോൾ നമുക്കറിയില്ല. നമുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ കൂടുതലും ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. എങ്ങനെയാണെന്നുള്ളത് അറിയാൻ ശ്രമിക്കുക. Page of Wands, Three of Pentacles, Knight of Cups, Ace of Wands, Nine of Pentacles, Eight of Swords, Chariot, Three of Swords, Eight of Pentacles, Four of Pentacles, Ace of Pentacles, the High Priestess, the Hierophant, Page of Pentacles, Five of Swords, King of Pentacles, the Empress. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ധാരണ വളരെ കൂടുതലായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റാണ് കുറച്ചൊരു മുൻതൂക്കത്തോടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എനർജറ്റിക്, അല്ലെങ്കിൽ അത്രയും ആ ഒരു വൈബുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഈ ഒരു പേഴ്സൺ നോക്കി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, ഏജ് വൈസ് ഒക്കെ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളൊരു യൂത്ത്ഫുൾ എനർജി ആയിട്ട് ഈ ഒരു പേഴ്സൺ നോക്കി കാണുന്നുണ്ട്. അതായത് നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനകത്തേക്ക് ഈ ഒരു പേഴ്സണിന് വേണ്ടി സപ്പോർട്ട് ആയിക്കോട്ടെ, ആദ്യം ഇറങ്ങി പുറപ്പെടുന്നത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലൊരു ടോക്കറ്റീവായിട്ട് നിൽക്കുന്നത് നിങ്ങളായിരിക്കാം. എല്ലാ തരത്തിലും ആ ഒരു ഉണർവ് നിങ്ങൾക്കുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വൈബുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം, അവിടെ നിന്നായിരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി, അതായത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നല്ല സുഹൃത്തുക്കളായിട്ടിരിക്കുക. സുഹൃത്തുക്കളായിട്ടിരിക്കുക ഇൻ ദ സെൻസ് പരസ്പരം പല കാര്യങ്ങളും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയം കൂടാതെ പറയാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഒരു റൊമാൻറ്റിക് അപ്രോച്ച് ആ ഒരു ലെവലിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഈ ഒരു വ്യക്തി നോക്കി കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണേക്കാളും കൂടുതലായിട്ട് ഒരു റൊമാൻറ്റിക് അപ്രോച്ച് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയുള്ളത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു വൈബ്, അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആ ഒരു നമ്മളതുകൊണ്ടാണ് യൂത്ത്ഫുൾ എനർജി എന്ന് പറയുന്നത്. ഓടിച്ചാടി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്മാർട്ട്നെസ് ആയാലും, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയാസ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു രീതിയിലൊക്കെ അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പിൻ്റെ ബിഗിനിങ്ങിലൊക്കെ എല്ലാവർക്കും താല്പര്യം തോന്നുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളൊക്കെയാണ് അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു എന്താ നമ്മൾ പറയുക, സ്വന്തം നമ്മളുടെ തടവറയിലാണ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരവസ്ഥ. അതായത് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ
ഒരുപാട് കാര്യങ്ങൾ കാട് കയറി ആലോചിച്ച് ചിലപ്പോൾ സ്വയം കുഴിയിലാവാറുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അതായത് ആലോചന കൂടുതൽ. ആലോചന കൂടുതലെന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും ആലോചിക്കുക. ചിലപ്പോൾ സ്വയമേ കൽപ്പിച്ചു കൂട്ടി കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് വശമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നോക്കി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് ആ ഒരു പെൻഡക്കിൾസ് എനർജി ആണ് കൂടുതലായിട്ടും കയറി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ നമുക്കത് പോസിറ്റീവ് ആസ്പെക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് സൈഡും രണ്ടും പറയാനായിട്ട് സാധിക്കും. പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഒരു ലോങ് ടേം ഫ്യൂച്ചറോട് കൂടി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ ഒരാൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ ചില സമയത്ത് അതിനകത്ത് ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് സെറ്റ് വരിക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് സൈഡ് എന്നുള്ള രീതിയിലും ആണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സിംഗിൾ പേഴ്സണാലിറ്റി ആയിരിക്കാം. സിംഗിൾ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പേസ് നിങ്ങളെപ്പോഴും കീപ്പപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതിപ്പോൾ ചിലവരുടെ ലൈഫിൽ ഇപ്പോൾ ഫാമിലി ബോണ്ടിങ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആര് നിങ്ങളെ തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ പേടിക്കണം, അവരെ പേടിക്കണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. നിങ്ങൾ അങ്ങനെയുള്ള ഒരു പേഴ്സണേ അല്ല എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇവർ നോക്കിക്കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് നിങ്ങൾക്ക് മടിയില്ല എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിറ്റർമിൻഡ് ആയിട്ട് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലും കൂടിയായിരിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് തുടങ്ങി ആ ഒരു രീതിയിലേക്ക് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ടാവാം ചിലരെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വന്തം വഴി തേടുന്നതായിട്ട് ഈ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളിത് ഇപ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയ അറ്റാച്ച്മെന്റ് നിങ്ങൾ കാണിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു ഡിഫെൻസീവ് ആയിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇപ്പോൾ പഴയതുപോലെ അവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലും കൂടി ആയിരിക്കും അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാടൊരു ഇമോഷണൽ ട്രോമയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിസമൃദ്ധമായിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ എത്ര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും ആരെ അറിയിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾ തളർന്നിരുന്ന് പോകുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണാണ്. അതുപോലെ തന്നെ സ്വാർത്ഥത അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഓവർ പൊസസീവായിട്ടും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സണെ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സൺ നമ്മൾ തുടക്കം മുതലേ കാണുന്ന ഒരു എനർജിയാണ്. അത് അവർ അംഗീകരിക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ട്രഷറാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് കയറിയെന്നുള്ളൊരു ചിന്താഗതി പോലും നമുക്കവിടെ കാണാം എന്നുള്ളതാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ടും ചില കാര്യങ്ങൾ പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നൽ സ്റ്റിൽ ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. അത് ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു നിലപാടായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ആ ഒരു കാഴ്ചപ്പാട് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് സൈഡും ഒക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് വ്യക്തമായിട്ട്. എന്തൊക്കെ പുറമേ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ ഷോ ഓഫ് നടത്തി കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇവർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ ആ ഒരു മുറിവേറ്റ ഒരു വ്യക്തിയായിരിക്കാം, അതിൻ്റെ ആ ഒരു പെയിൻ നിങ്ങൾ സഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും നോ കോൺടാക്റ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുറച്ചൊരു ഡിഫെൻസീവായിട്ട് പരുക്കനായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒരു തരത്തിൽ അറിയാം അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, വാഗ്വാദങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ട് എന്ന് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ നോക്കി കാണുന്നുണ്ട്. അതായത് കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കാളും ദൈവിക കാര്യങ്ങളിലുള്ള താല്പര്യങ്ങൾ കൂടുതലായിരിക്കാം.
അതുപോലെ തന്നെ കുറച്ചൊരു ഇൻറ്റ്യൂട്ടീവ് പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ പല അവസരങ്ങളിൽ ഈ ഒരു പേഴ്സണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം. ചില കാര്യങ്ങൾ മറച്ചു വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ഒരു രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു സ്പിരിച്വൽ വേയിലേക്കുള്ള നിങ്ങളുടെ ഒരു കാൽവെപ്പ് ഇതൊക്കെ ഈ ഒരു പേഴ്സൺ അറിയുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ വളരെ ആ ഒരു ഷാർപ്പ് മെന്റാലിറ്റി ഒക്കെ നമുക്കിവിടെ കാണാം. മാത്രമല്ല പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഡിഫറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അത് ആ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നല്ല. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ റിലീജിയൻ വൈസ്, കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് വൈസ് പോലും ചിലപ്പോൾ ഒരുപാട് ഡിഫറൻസസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ എങ്കിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു റിലേഷൻഷിപ്പ് ആസ്പെക്ട് എടുത്ത് നോക്കുമ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വേണം നമ്മൾ പറയാൻ. കറൻറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പ് ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തോരമൊക്കെ നമ്മളിപ്പോൾ ഇവിടെ കണ്ടതുപോലെ മുഖം കറുത്ത് നിൽക്കുകയാണ്, വഴക്കുണ്ടാവുന്നു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ്, ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു കുട്ടിത്തം അതുണ്ട്. അത് അതും കൂടിയുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അല്ലെങ്കിൽ ആ ഒരു നൈർമല്യവും അവരുടെ മനസ്സിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മൈൻഡ് ഗെയിം കളിച്ച് ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ ഒന്ന് വട്ടം ചുറ്റിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലിക്ട്സ് വരുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ടാവും. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാം. അതൊന്നും അവർക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും നമുക്കിവിടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ പലർക്കും നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ ഈവൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഷെയറിങ് ഷെയറിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മെമ്മറീസ് ആയിരിക്കാം, ബാല്യകാലത്തിലുള്ള പല കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ ഒരുമിച്ചുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള ഫുഡ് മുതൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആ ഷെയറിങ് മെന്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് പോന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് അവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അത് ആ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം. ഇപ്പോൾ ഈവൻ നമുക്ക് ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളായിരിക്കാം, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളായിരിക്കാം, നമുക്ക് സന്തോഷം തന്ന കാര്യമായിരിക്കാം. ഇത് ആ ഒരു സമയത്തൊന്നും അവർ കൂടെ ഇല്ലെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു വാല്യൂ ഓഫ് ഷെയറിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. ഇതുപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എംപ്രസ് എനർജീസ് രണ്ടും കാണാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ രണ്ട് എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ആ റോയൽ കാർഡ്സ് ആണ് അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളവർ കണ്ടിരിക്കുന്ന ആ ഒരു പൊസിഷനൊക്കെയാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത്രയും ആ ഒരു ലോങ് ടേം മെറ്റീരിയൽ ആയിട്ടൊക്കെ തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കൂടെ വേണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരു ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതിരിക്കുന്ന ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന പോലും കരുതിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നില്ല. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ ക്യാമറ ഒന്ന് ഓഫായി പോയിരുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിൽ ഓവറോളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ പോസിറ്റീവ് ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളിലൂടെ തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർക്ക് വേദനിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഷെയർ ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിനി എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഒരു മിസ്റ്ററിയാണ്, പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നിലവിലുള്ള ആ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ വൈസ് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു അവസ്ഥയോ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചൊരു ഡിഫെൻസീവായിട്ട് നിൽക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ആ ഒരു തോന്നൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു വഴി ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു തോന്നലും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ളത് മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു രൂപമുള്ളത് എന്ന് വേണം നമ്മളിവിടെ കരുതാൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 3, നമ്പർ 5 ആൻഡ് നമ്പർ 7. ഇതുപോലെ ഇവിടെ നമുക്ക് പല സോഡിയക് സയൻസ് കയറി വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന 2 സോഡിയക് സയൻസ് ആണ്. അതിലൊന്ന് ക്യാൻസർ, അതുപോലെ തന്നെ ടോറസ് ആണ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു സ്പ്രെഡിൽ കണ്ടതുപോലെ ചിലർക്ക് അങ്ങനെയുള്ളൊരു വിഷമകരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. ചിലവർ സ്വയം മാറാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥയായിരിക്കാം. അവർ ഒന്ന് സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
ഇനി അതുപോലെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.